നമസ്കാരം. 2026 വിഷു വരാനിരിക്കുകയാണ്. കണി കാണുന്ന കൊന്നപ്പൂവും കൈനീട്ടവും മാത്രമല്ല, ഈ വർഷത്തെ വിഷു ചില നക്ഷത്രജാതകരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു. വിഷു ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, കാർത്തിക നക്ഷത്രം തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ്. സൂര്യൻ്റെ തേജസ്സുള്ള, എന്നാൽ മനസ്സിനൊട്ടും സമാധാനമില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ വിഷുക്കാലം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ ഒരു അറുതി വരുമോ? നിങ്ങളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും? 2026 വിഷുഫലം കാർത്തിക നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. കാർത്തിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് അഗ്നിയാണ്. നല്ല തൻ്റെയിടമുള്ളവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ. എന്തിനും ഏതിനും മുൻപിൽ നിൽക്കും. പക്ഷേ ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാകില്ല. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ പിന്നെ ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉറക്കമില്ല എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. 10 പേർക്ക് ഗുണം ചെയ്യുമെങ്കിലും സ്വന്തം കാര്യത്തിൽ ഒരു സമാധാനം കണ്ടെത്താൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ കാർത്തികക്കാരെ, ഇനി നിങ്ങൾ ആ സമാധാനക്കേട് മാറ്റിവെച്ചോളൂ. കാലം മാറുകയാണ്, വിഷു വരികയാണ്. ഈ വിഷുക്കാലം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് തന്നെയായിരിക്കും. കാർത്തിക നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇന്നോടെ അവസാനിക്കും. വലിയൊരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും. എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. 2026 ഈ വിഷുക്കാലം അല്ലെങ്കിൽ ഈ വിഷു സംക്രമം കാർത്തിക നക്ഷത്ര ജാതകർക്ക് നൽകുന്നത് അതിസമ്പന്നതയുടെ വാതിലുകളാണ്. ഇവർ അതിസമ്പന്നരാകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനും ഒരു അന്ത്യം വരാൻ പോകുന്നു. പണം വരാൻ പല വഴികളും തുറക്കും. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് അത് തീർക്കാനുള്ള വഴി തെളിയും. ജ്യോതിഷപരമായി പറഞ്ഞാൽ ഈ വിഷു മുതൽ നിങ്ങളുടെ രാശിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന കാർത്തികക്കാർക്ക് അർഹിച്ചതിലും വലിയ പ്രതിഫലം കിട്ടുന്ന സമയമാണിത്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണാവസരമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ പടിവാതിക്കൽ വന്നു നിൽക്കുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അവർക്ക് എന്തൊക്കെയാണ് വന്നു ചേരുന്നത്? ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത്? അതൊക്കെ നമ്മൾ അറിയുന്നതിന് മുമ്പ് ആദ്യം കാർത്തിക നക്ഷത്ര ജാതകരുടെ കുറച്ചു സ്വഭാവ സവിശേഷതകൾ അറിയാം. കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവെ സത്കാരപ്രിയരാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ. കാർത്തിക നക്ഷത്ര ജാതകർ സൗന്ദര്യം ആസ്വദിക്കുന്നവരായിരിക്കും. ഭംഗിയുള്ള വസ്തുക്കളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തത്പരരാണ്. സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവരായിരിക്കും കാർത്തിക നാളുകാർ. നീണ്ടതും ഉയർന്നതുമായ മൂക്ക്, സൗമ്യമായ സ്വഭാവം, ചൈതന്യമുള്ള കണ്ണുകൾ, ശാന്തവും പ്രസരിപ്പുള്ളതുമായ വദനം തുടങ്ങിയവ കാർത്തിക നക്ഷത്ര ജാതകരുടെ പ്രത്യേകതകളാണ്. ലഘുവായ ഭക്ഷണരീതിയായിരിക്കും ഇവരിൽ അധികവും പിന്തുടരുന്നത്. സ്വന്തം ആരോഗ്യത്തിൽ
അതീവ ശ്രദ്ധ നൽകുന്നവരായിരിക്കും ഇക്കൂട്ടർ. ശരീര സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഉള്ള സൗന്ദര്യത്തെ അതിയായ ബോധത്തോടുകൂടി അതിനെ നന്നായി നോക്കുന്നവരാണ്. മേടരാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സഹനശക്തി ഇല്ലാത്തവരും ക്ഷിപ്രകോപികളും അടുക്കും ചിട്ടയും ഉള്ളവരും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയവരും അധികാര തൽപരരും ആയിരിക്കും. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുന്ന സ്വഭാവക്കാരായിരിക്കും അധികം പേരും. എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ശിരസ്, കണ്ണുകൾ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഇടവരാശിയിലുള്ള കാർത്തിക നാളുകാർ ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ്. സംഗീത, നൃത്താദി കലകളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. ഇക്കൂട്ടർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വളരെ പ്രയാസമാണ്. കൂടാതെ ദുരാഗ്രഹികളും മാനസികമായി ഭീരുക്കളുമായിരിക്കും. കാർത്തിക ഇടവരാശിയിൽ ജനിച്ചവർക്ക് തൊണ്ടരോഗങ്ങൾ, നാസാരോഗങ്ങൾ, ചുമ, ക്ഷയം എന്നീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നിലധികം കാര്യങ്ങളിൽ അറിവും സാമർഥ്യവും ഉള്ളതിനാൽ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർ അധികവും ശ്രമിക്കാറില്ല. ഇക്കൂട്ടർ അതിയായ ബുദ്ധിയുള്ളവരാണെങ്കിലും കഷ്ടപ്പാടുകൾ സഹിക്കാൻ വിമുഖരാണ്. ഏറ്റെടുക്കുന്ന ജോലി വളരെ നിഷ്ഠയോടും വിശ്വസ്തയോടും പൂർത്തിയാക്കാൻ ശ്രമിക്കും. സ്വന്തം കാര്യത്തിൽ തന്നിഷ്ടക്കാരാണെങ്കിലും മറ്റുള്ളവർക്ക് സന്മാർഗം നിർദ്ദേശിക്കാൻ വളരെ തൽപരരാണ്. അതാത് സമയത്ത് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും സ്വന്തം താല്പര്യങ്ങളിൽ ആരെയും ഇടപെടുത്താൻ ഇഷ്ടപ്പെടാത്തവരുമാണ് കാർത്തിക നക്ഷത്ര ജാതകർ. ഞാനീ പറയുന്ന കാര്യങ്ങൾ കാർത്തിക നക്ഷത്ര ജാതകരുടെ കാര്യത്തിൽ ശരിയാണോ അല്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയാണെങ്കിലും കുറിക്കുക. ഇത് ശരിയാണ് എങ്കിൽ ശരിയാണെന്നും ഞാനീ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നും പറയുക. ആരെയും ചതിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ. സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഇത്തരക്കാർ ഈശ്വരവിശ്വാസമുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരും കോപിഷ്ഠരും ആയിരിക്കും. സ്വപ്രയത്നത്താലുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കധികവും ഉണ്ടായിരിക്കുക. മാതൃസ്നേഹം വളരെ കൂടുതലായി കണ്ടുവരുന്നു. ഏതൊരു സാഹചര്യവുമായി വളരെ വേഗം പൊരുത്തപ്പെടുന്നവരായിരിക്കും ഇവർ. സൂര്യൻ്റെ ഉച്ചരാശിയായ മേടം 12-ാം ഭാവാധിപനായി വരുന്നത് കൊണ്ട് പിതൃഗുണം കുറവായിരിക്കും. ഭക്ഷണകാര്യത്തിൽ മധുരത്തേക്കാൾ കൂടുതൽ എരിവ്, പുളി എന്നിവയോടായിരിക്കും. കാർത്തിക നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് തീക്തങ്ങളായ പല ജീവിതാനുഭവങ്ങളും നേരിടേണ്ടി വരും. സുന്ദരികളും മാന്യമായ പെരുമാറ്റ രീതികളും അതിഥി സൽക്കാരപ്രിയരുമായിരിക്കും. തൊണ്ടവേദന, കഫസംബന്ധമായ രോഗം, കാൽമുട്ടുവേദന എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും. ഭർത്തൃ സൗഭാഗ്യം കുറവായോ ഭർത്തൃ വിരഹമോ സന്താനക്ലേശമോ കൊണ്ട് മനസ്സെപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും. കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സ്വൈരതക്കുറവ് കൊണ്ടോ ആരോഗ്യഹാനി ഉണ്ടാകാം. നാടുവിട്ടുള്ള ജീവിതവും പ്രവർത്തനങ്ങളുമായിരിക്കും ഇവർക്ക് കൂടുതലും അനുയോജ്യമാകുന്നത്. കാർത്തിക നക്ഷത്ര ജാതകരുടെ ആരംഭദശ സൂര്യദശയാണ്. തുടർന്ന് ചന്ദ്രദശ, കുജദശ, സർപ്പദശ, ഗുരുദശ, ശനിദശ, ബുധദശ എന്നിങ്ങനെയാണ് ദശാപകാരം ഉണ്ടാകുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ വരുന്ന വിഷു കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. മറ്റൊരു പ്രധാന കാര്യം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ വർഷം കീർത്തി കേൾക്കും എന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ 4 ആൾ അറിയും. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും സമൂഹത്തിലായാലും നിങ്ങൾക്കൊരു പ്രത്യേക ബഹുമാനം ലഭിക്കും. ഇതുവരെ നിങ്ങളെ പുച്ഛിച്ചു തള്ളിയവർ നിങ്ങളുടെ വളർച്ച കണ്ട് ഞെട്ടിപ്പോകും. നിങ്ങളുടെ വാക്കിന് വില കൂടും. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നിങ്ങൾക്കുറപ്പാണ്. സമാധാനമില്ലായ്മ മാറി
ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് തെളിയും. അതുകൊണ്ട് കാർത്തിക നക്ഷത്ര ജാതകർ വിഷമിക്കേണ്ട. ഈ 2026 വിഷു നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും അതിസമ്പന്നതയുടെയും തുടക്കമായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഇതൊരു പൊതുവായ ഫലമാണ്. 2026 വിഷുവിൻ്റെ പൂർണ്ണമായ ഫലം അറിയുവാൻ വാട്സപ്പിൽ ബന്ധപ്പെടാം. തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് പറയും. നിങ്ങളുടെ പേര്, ജന്മനക്ഷത്രം, ജനിച്ച സ്ഥലം, വീട്ടുപേര് ഇവ വാട്സപ്പിൽ കുറിക്കുക. തീർച്ചയായും ജാതക ഫലം അറിയുവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.